പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നല്ല തമ്പുരാൻ്റെ പൊന്നുപാദപീഠത്തിൽ വളരെ പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം ചേർന്നിരിക്കുവാൻ നമുക്ക് ഭാഗ്യവും അവസരവും കരുണയും കൃപയും തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു ഭക്ത ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഏതു വിധമെന്ന് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങളിലായിട്ട് 3 ചിന്തകൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നത് മാഞ്ഞു പോയിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. ഒന്നാമത് കേട്ടത് നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നാണ്. രണ്ടാമത് കേട്ടത് നാം വിശ്വാസത്തോടെ സംശയിക്കാതെ പ്രാർത്ഥിക്കണം എന്നാണ്. മൂന്നാമത് കേട്ടത് നാം നിരപ്പിൻ്റെ അനുഭവത്തിൽ ക്ഷമിച്ചും ക്ഷമ കൊടുത്തും രമ്യതപ്പെട്ടും പ്രാർത്ഥിക്കണമെന്നാണ്. ഇന്ന് മറ്റൊരു ചിന്ത അതോട് ചേർത്ത് പങ്കിടണമെന്ന് പ്രത്യാശിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. നീതിമാനായ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്: നീ നിൻ്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈ മലർത്തുമ്പോൾ നിൻ്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിൻ്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയുമില്ല. അതേ, നീ നിൻ്റെ കഷ്ടതകളെ മറക്കും. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഉറപ്പും ധൈര്യവും ഉണ്ടാകണമെങ്കിൽ, തെളിഞ്ഞ മുഖത്തോടെ ദൈവമുമ്പിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ, അകൃത്യങ്ങളെ നീക്കിയ കൈകൾ ദൈവസന്നിധിയിൽ മലർത്തി ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. ഹൃദയത്തെ സ്ഥിരമാക്കി ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. അവിടെയാണ് പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നത്. സ്ഥിരതയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിലുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ഉള്ളത്തെ ഭരിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്രകാരമൊരു ഹൃദയപൂർവമായ പ്രാർത്ഥനയാണ് നമ്മിലുള്ളതെങ്കിൽ അത് കേവലം അധരജൽപ്പനമല്ല, അന്തരാത്മാവിൽ നിന്നുള്ള ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. ഹൃദയപൂർവമായ പ്രാർത്ഥനയും ഹൃദയമറിയാത്ത പ്രാർത്ഥനയുമുണ്ട്. ഹൃദയപൂർവമായ പ്രാർത്ഥന ഒരാൾ സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്, പൂർണ്ണമായ ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്, സ്വയം ചിട്ടപ്പെടുത്തിയിട്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്, പാപങ്ങളോട് വിട പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കൈകളെ ശുദ്ധമാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ക്രമക്കേടുകളെ തിരുത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യൻ ഒരുങ്ങുമ്പോഴാണ് ഹൃദയപൂർവകമായ സ്ഥിരഹൃദയത്തോടെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. അല്ലാത്ത പ്രാർത്ഥനകളൊന്നും ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ല. യഥാർത്ഥത്തിലൊരു മനുഷ്യൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ തൻ്റെ തെറ്റുകളെക്കുറിച്ച് അവൻ പൊട്ടിക്കരയും. വലിയ അനുതാപവും നിലവിളിയും അവൻ്റെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ഹൃദയപൂർവ്വം ദാവീദ് മഹാരാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവസന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് 51-ാമത്തെ സങ്കീർത്തനം. ഒരുപക്ഷെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന. എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള സങ്കീർത്തനം 51-ാമത്തെ സങ്കീർത്തനമാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എൻ്റെ അധരങ്ങൾ ഉച്ചരിച്ചിട്ടുള്ള സങ്കീർത്തനവും 51-ാമത്തെ സങ്കീർത്തനമാണ്. എന്നാൽ ഈ 51-ാമത്തെ സങ്കീർത്തനം എല്ലാ ദിവസവും 2, 3, 4 പ്രാവശ്യം ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചരിക്കപ്പെട്ട വചനങ്ങളിലൂടെ ഹൃദയം സഞ്ചരിക്കാറുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഹൃദയം സഞ്ചരിക്കാറുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ മനുഷ്യൻ ആ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചുരുകുകയും കണ്ണ് നിറയുകയും
അധരം വിതുമ്പുകയും ഹൃദയം പിടയ്ക്കുകയും ചെയ്യും. കാരണം സ്വന്തം തെറ്റിനെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും പൊട്ടിക്കരയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആ സങ്കീർത്തനത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ആ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ നെഞ്ചകത്ത് ഇതൊക്കെ ഒരു ചിന്തയായി രൂപപ്പെടുന്നുവെങ്കിൽ, ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അത് ചലിപ്പിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. ഇമ്പമേറിയ ശബ്ദത്തിൽ ആ സങ്കീർത്തനം ചൊല്ലിത്തീർത്താൽ ഒരിക്കലും അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ പ്രാർത്ഥനയായി തീരുന്നില്ല. നമ്മൾ ഇനിയും നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വമായിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ തിരുവചനത്തിൽ യിരെമ്യാ പ്രവാചകനിലൂടെ ഇങ്ങനെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്: നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. ഞങ്ങൾ അതിക്രമം ചെയ്ത് മത്സരിച്ചു, നീ ക്ഷമിച്ചതുമില്ല. നീ കോപം പുതച്ച് ഞങ്ങളെ പിന്തുടർന്നു, കരുണ കൂടാതെ കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലുമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളൊക്കെ ഞങ്ങളുടെ നേരെ വായി വളർന്നിരിക്കുന്നു. പേടിയും കണിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചുമിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശനിമിത്തം നീർത്തോടുകൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു എന്നിങ്ങനെ സങ്കടം പറഞ്ഞ് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് മുന്നോടിയായി കൈകളെയും ഹൃദയത്തെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ കൈകൾ ഉയർത്തപ്പെടുന്നുണ്ട്, പക്ഷേ ഹൃദയം ഉയർത്തപ്പെടുന്നില്ല. ഹൃദയം ഉയർത്തപ്പെടണം. ഞങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ ജനത്തോട് ഇങ്ങനെ ഒരു പ്രബോധനം പറയും. ആരാധന ആരംഭിക്കുന്ന അതിൻ്റെ വലിയ ശ്രേഷ്ഠതയേറിയ തലങ്ങളിലേക്ക് എത്തുമ്പോൾ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേൽപ്പെട്ട ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് ഇപ്പോൾ നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ സ്വർഗീയ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഇനിയുള്ള ആരാധന നടക്കുന്നത് സ്വർഗത്തിലാണ്. ഇനി നാം ആരാധിക്കാൻ പോകുന്നത് സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്നാണ്. ഭൗമതലത്തിൽ നിന്ന് നാം ഉയരുകയാണ്. വേറൊരു ലെവലിലേക്ക് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും പോവുകയാണ്. ഭൗമിക സാന്നിധ്യം തന്നെ നാം വിട്ടുപോവുകയാണ്. അതുകൊണ്ട് ഈ നാഴിക മുതൽ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേൽപ്പെട്ട ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് നമ്മുടെ മശിഹ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ കേന്ദ്രീകരിക്കണം. ജനം അതിന് പ്രതിവാക്യം പറയും. ഞങ്ങളുടെ ബോധങ്ങളും ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലിരിക്കുന്നു. പ്രബോധനം പറഞ്ഞ പുരോഹിതൻ്റെ പ്രബോധനം ഹൃദയപൂർവമാണോ അതോ അധരം കൊണ്ട് പറഞ്ഞതാണോ? പ്രതിവാക്യം പറഞ്ഞ് ജനത്തിൻ്റെ പ്രതിവാക്യം ഹൃദയപൂർവമാണോ അതോ അധരം കൊണ്ട് പറഞ്ഞതാണോ? ഹൃദയപൂർവം നാം അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉയരുകയാണ്, മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനിയുള്ള ആരാധന നടക്കുന്നത് സ്വർഗത്തിലാണ്. അതാണ് ആ പ്രഖ്യാപനത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും പിന്നിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആധ്യാത്മിക സത്യം. ഇനിയുള്ള ആരാധന നടക്കുന്നത് സ്വർഗത്തിലാണ്. പ്രിയരെ, കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് എന്താണ്? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോട് കൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആകയാൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നിങ്ങളുടെ ആത്മാവിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ.
ഒരുപക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. പൗലോസ്ലീഹ ഇത് എഴുതുമ്പോൾ കൊലോസിയിലുള്ള മുഴുവൻ വിശ്വാസികളും മരിച്ചവരായിരുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോട് കൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയോ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞ മരണമേതാണ്? ഒരു വിശ്വാസി വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്ന വേളയിൽ പാപം സംബന്ധിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്നു, യേശുവിനോട് കൂടെ കല്ലറയിൽ അടക്കപ്പെടുന്നു അഥവാ വെള്ളത്തിൽ മുഴുകുന്നു, യേശു ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്യുന്നു അഥവാ തന്നെ മൂടിയിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ പാപം സംബന്ധിച്ച് മരിച്ച് സ്ഫുടം ചെയ്യപ്പെട്ട് ഉത്ഥാനം ചെയ്ത ആത്മീക ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ അവിടെ നിന്ന് എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് ആയിരിക്കുന്നു. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ ആത്മീക ജീവൻ, വിശുദ്ധ മാമോദീസ സ്വീകരിച്ച ഒരു സത്യവിശ്വാസിയുടെ ആത്മീക ജീവൻ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് മശിഹാ തമ്പുരാനിൽ മറഞ്ഞിരിക്കുകയാണ്. അത് അപ്പോസ്തലൻ പഠിപ്പിച്ചത് വ്യക്തതയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ജഡശരീരത്തിൽ നാം ഭൂമിയിൽ വസിക്കുന്നു, അപ്പോൾ തന്നെ നമ്മുടെ ആത്മീക ജീവൻ ക്രിസ്തുവേശുവിനോടുകൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഇതാണൊരു വിശ്വാസിയുടെ ഭാഗ്യകരമായ അവസ്ഥ. ആരാധനാവേളയിൽ പുരോഹിതൻ പ്രബോധിപ്പിക്കുന്നു, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് ഇപ്പോൾ നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഇനി അവിടെയാണ് ആരാധന. അവിടേക്ക് ഉയരണം. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും അവിടേക്ക് ഉയരണം. ഇനി ഭൂമിയിൽ നിൽക്കരുത്, ഭൂമിയിലുള്ളതൊന്നും കാണരുത്, ഭൂമിയിലുള്ളതൊന്നും കേൾക്കരുത്, ഭൂമിയിലുള്ളതൊന്നും ചിന്തിക്കരുത്, ഭൗമതലത്തിൽ തുടരരുത്. നിങ്ങൾ ഉയരണം, സ്വർഗമഹോന്നതങ്ങളിലേക്ക് ഉയരണം. കോടാനുകോടിക്കണക്കിന് മാലാഖമാരും നമുക്ക് മുമ്പ് ശരീരം വിട്ടുപോയ വിശുദ്ധ സംഘങ്ങളും പുണ്യപ്പെട്ട പിതാക്കന്മാരും വിശുദ്ധ ദൈവമാതാവും അപ്പോസ്തലഗണങ്ങളും മറ്റനേക വിശുദ്ധ സഹതന്മാരും നീതിമാന്മാരും പുണ്യവാന്മാരും മൗദ്യാനന്മാരും സന്യാസി വര്യന്മാരും ദൈവസന്നിധിയിൽ ചേർന്ന് ആരാധിക്കുന്ന ആ മഹത്വകരമായ ആരാധനാ തലത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയരട്ടെ. അവരോട് ഇടകലർന്ന് നിന്നുകൊണ്ട്, അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട്, അവരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് സ്തുതിക്കണം. എല്ലാ അധരങ്ങളും അട്ടഹസിച്ച് പറയണം. ദൈവത്തിന് ആരാധനയും സ്തുതിയും കരയറ്റണം. ഹൃദയങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. വ്യക്തമായിട്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 58 തിരുവചനം, പൂർണ്ണ ഹൃദയത്തോടെ നീ നിൻ്റെ ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് പറയുകയാണ്. അർത്ഥഹൃദയത്തോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ, ജൽപ്പനമായിട്ടല്ല, ആത്മാർത്ഥതയോടെ ഹൃദയപൂർവം നീ നിൻ്റെ ദൈവത്തെ സ്തുതിക്കുക. അതുതന്നെ യിരെമ്യാ പ്രവചനം 29 അധ്യായത്തിൻ്റെ 13 തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം ഉയർത്തണം. ഭൗമതലത്തിൽ നിന്ന് ഉയർന്ന് ആധ്യാത്മിക ജീവൻ ഇരിക്കുന്നിടമായ മഹോന്നതങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നാം ആരാധന അർപ്പിക്കുന്നവരായി മാറണം. ഹൃദയത്തിൻ്റെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിപ്പാനാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആദ്യം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്.
ഹൃദയത്തിൻ്റെ ഒരുക്കം. ഹൃദയം ഒരുങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശുദ്ധിയാണ്. നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുങ്ങുന്നവരാണ്. ഒരുങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് കുളിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്നത് നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്നത് മനോഹരമായ ആഭരണങ്ങൾ അണിയുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്നത് മനോഹരമായ സുഗന്ധ തൈലങ്ങൾ കൊണ്ട് നമ്മെ തന്നെ അലങ്കരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു വിശ്വാസി മഹത്വമണവാളനായ മശിഹായുടെ എഴുന്നള്ളത്തിൽ അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുന്ന ഒരുക്കത്തിൻ്റെ പടവുകളാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ അപ്രകാരം ഒരു ഒരുക്കത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി പോന്നിട്ടുള്ളവരാണ്. എത്രത്തോളം ബോധ്യമുണ്ട് നമുക്ക്. ഒരുക്കത്തിൻ്റെ ആദ്യ ഭാഗമായി ഞാനും നിങ്ങളും നന്നായി കഴുകപ്പെട്ടവരാണ്. ആ കഴുകപ്പെടലായിരുന്നു നമ്മുടെ വിശുദ്ധ മാമോദീസ. നാം കഴുകപ്പെട്ട് നിർമ്മലീകരിക്കപ്പെട്ടവരാണ്. ആ കഴുകപ്പെടലിലൂടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സകല കറകളങ്കങ്ങളും കഴുകപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഒരുക്കത്തിൻ്റെ ഒന്നാം ഭാഗം. മാമോദീസായോട് ചേർന്ന് നാം കഴുകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതുവരെ നാം ധരിച്ചിരുന്ന മലിന വസ്ത്രങ്ങൾ, അഴുക്ക് പറ്റിയ വസ്ത്രങ്ങൾ, പാപത്തിന് മറപിടിക്കാൻ നാം ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ, ജീർണിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് ശുഭ്രവസ്ത്രം ധരിപ്പിക്കുകയാണ്. മാമോദീസ മുക്കുന്ന ഏത് പൈതലിനെയും ധരിപ്പിക്കുന്നത് ശുഭ്രവസ്ത്രമാണ്. മിന്നിത്തിളങ്ങുന്ന വെള്ള വസ്ത്രം. പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തിൻ്റെ രണ്ടാം ഭാഗമാണത്. യേശുമശിഹ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ നീതിയുടെ നിലയങ്കി ധരിപ്പിക്കും. പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചിരുന്നവനാണ് ആദിമ മനുഷ്യൻ. പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചിരുന്നവൻ. എന്നാൽ പാപം ചെയ്തപ്പോൾ അവൻ്റെ പ്രകാശവസ്ത്രം അവന് നഷ്ടപ്പെട്ടു. അവൻ കരിക്കട്ട പോലെ കറുത്തുപോയി. പാപത്തിൻ്റെ കറ അവനെ മൂടി. അവൻ ഇരുണ്ടുപോയി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയപ്പോൾ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ മഹത്വത്തിൻ്റെ പ്രകാശവസ്ത്രത്തിന് പകരം നീതിമാനായ മശിഹ അവനെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു. അതിൻ്റെ പ്രതീകമായിട്ടാണ് മാമോദീസ കഴിഞ്ഞൊരു കുഞ്ഞിന് ശുഭ്രവസ്ത്രം ധരിപ്പിക്കുന്നത്. ഒരുക്കത്തിൻ്റെ മൂന്നാം ഭാഗമായി ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ സുഗന്ധലേപനങ്ങൾ പൂശുകയാണ്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. അത് രണ്ടാമത്തേതും വസ്ത്രം ധരിക്കൽ മൂന്നാമത്തേതുമായി മാറ്റുന്നത് കൊണ്ട് തെറ്റില്ല. പ്രിയപ്പെട്ടവരെ, സുഗന്ധലേപനങ്ങൾ കൊണ്ട് ശരീരം പൂശുകയാണ്. വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം, പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകം. ഈ തൈലം പൂശുന്നതിലൂടെ മണവാളൻ്റെ പരിമളവാസന മണവാട്ടിയിൽ നിറയുകയാണ്. യഹൂദമതത്തിൽ വിവാഹ നിശ്ചയത്തിനൊരുങ്ങുന്ന പെൺകുട്ടിയെ അവളുടെ ഭവനത്തിൽ സന്ദർശിക്കുന്ന മണവാളൻ വിവാഹത്തിന് മണവാട്ടി സമ്മതിക്കുന്ന പക്ഷം അവൾക്ക് കൊടുക്കുന്ന സമ്മാനപ്പൊതിയിൽ അവൾക്ക് ധരിക്കാനുള്ള പട്ടുടയാടകൾ ഉണ്ടാകും. അവൾക്ക് ശരീരത്തിൽ പൂശുവാനുള്ള തൈലമുണ്ടാകുന്ന മണവാളൻ അവൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി പാകപ്പെടുത്തി എടുത്തതായ പരിമള തൈലമാണ്. മണവാളൻ്റെ പരിമള തൈലം. അതാണ് പരിശുദ്ധ മൂറോൻ. മണവാളൻ പോയി കഴിയുമ്പോൾ മണവാട്ടി തന്നെ കഴുകി വെടിപ്പാക്കി മണവാളൻ കൊടുത്ത ഈ മനോഹരമായ പരിമള തൈലം കൊണ്ട് തന്നെ പൂശി സുഗന്ധലേപനാദികളാൽ അവൾ അലങ്കരിക്കപ്പെട്ടിട്ട് മണവാളൻ കൊടുത്ത അടകളും ധരിച്ച് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഒരുക്കത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്, ഈ തൈലം കൊണ്ടുള്ള അഭിഷേകം. നാലാമത് ഒരുക്കത്തിന് മറ്റൊരു ഘട്ടമുണ്ട്. അത് ആഭരണങ്ങൾ അണിയുക എന്നുള്ളതാണ്. മനോഹരമായ ആഭരണങ്ങൾ അണിയുക.
യൂതമതത്തിൽ ഈ സമ്മാനപ്പൊതിക്കകത്ത് മനോഹരമായ ആഭരണങ്ങളുണ്ടാകും. കൈവിരലുകളിൽ അണിയാനുള്ള മോതിരമാണതിൽ പ്രധാനമായിട്ടുള്ളത്. മണവാളനായ മശിഹാ തൻ്റെ സഭയാകുന്ന മണവാട്ടിക്ക് വിവാഹ നിശ്ചയം ചെയ്തപ്പോൾ വിവാഹ നിശ്ചയ ഉടമ്പടിയുടെ അടയാളമായി അവൾക്ക് കൈമാറിയത് വളരെ മനോഹരമായൊരു മുദ്രമോതിരമാണ്. ആ മുദ്രമോതിരം വിശുദ്ധ ഉടമ്പടിയാണ്, പരിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്, ഹോളി കമ്മ്യൂണിയനാണ്. അത് സ്വീകരിക്കുന്നതിലൂടെ ഈ ഒരുക്കം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതാണ് ഈ ഹൃദയപൂർവമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ പടികൾ എന്ന് നാം മനസ്സിലാക്കണം. ഇപ്രകാരം ഈ മശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മോതിരമണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുക്കത്തിന് ഒരു ഭാഗം കൂടെ ബാക്കിയുണ്ട്. മനോഹരമായ വിളക്കുകൾ കത്തിച്ച് മണവാളൻ്റെ എഴുന്നള്ളത്തിനായി കത്തിച്ച ദീപവുമായി കാത്തിരിക്കണം. എപ്പോഴാണ് മണവാളൻ വരുന്നതെന്നറിയില്ല. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ, അരകെട്ടി മുറുക്കിയിരിക്കട്ടെ, യാത്രയ്ക്ക് സന്നദ്ധതയോടെ ഇരിക്കട്ടെ, ഏത് അർദ്ധരാത്രി നേരത്തെ മണവാളൻ വന്നാലും പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കട്ടെ, നീ ജാഗ്രതയോടെ ഇരിപ്പി. ഇത്തരം ഒരുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിന്നിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ഹൃദയപൂർവകമായ പ്രാർത്ഥനയാണ്. യാതൊരു തർക്കവുമില്ല. വിശ്വാസ സമൂഹത്തിൽ നാം തുടരുമ്പോൾ തന്നെ നമ്മിൽ എത്ര പേർക്ക് പരിജ്ഞാനമുണ്ട് ഞാൻ ഇവണ്ണമെല്ലാം ഒരുക്കപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന്? ഞാൻ ഇപ്രകാരം ഒരുക്കപ്പെട്ടിട്ട് എൻ്റെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നവളാണെന്ന് എത്ര പേർക്ക് പരിജ്ഞാനമുണ്ട്? ഹൃദയപൂർവം പ്രാർത്ഥിക്കണം, ഒരുക്കത്തോടെ പ്രാർത്ഥിക്കണം. ഇനിയും പറയുന്നു എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനം, പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. പരമാർത്ഥ ഹൃദയം എന്ന് വെച്ചാൽ മണവാളനോടുള്ള പ്രണയം മാത്രം നിറഞ്ഞിരിക്കുന്ന ഹൃദയം, മറ്റൊന്നും ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടില്ലാത്ത ഹൃദയം, കളങ്കമില്ലാത്ത ഹൃദയം, വക്രതയില്ലാത്ത ഹൃദയം, ചതിയില്ലാത്ത ഹൃദയം, കുടിലതയില്ലാത്ത ഹൃദയം, വഞ്ചനയില്ലാത്ത ഹൃദയം. ആ ഹൃദയത്തോടെ വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. അതേ പരമാർത്ഥതയുള്ള ഹൃദയത്തോടെ. എബ്രായ ലേഖനം 10:22. വാത്സല്യമുള്ളവരെ, നാം ഹൃദയമുയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പൊരുളും അർത്ഥവും ഈ ധ്യാനചിന്തകൾ പങ്കിട്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. അത് നമ്മുടെ തുടർന്നുള്ള പ്രാർത്ഥനാ ജീവിതത്തിന് പുതുജീവനും പുതിയ ദർശനങ്ങളും നൽകുവാൻ ഇടവരുത്തട്ടെ. നമുക്ക് ഒരുക്കമുള്ളവരായി, കഴുകപ്പെട്ടവരായി, ജീർണവസ്ത്രം മാറ്റി ശുഭ്രവസ്ത്രം ധരിച്ചവരായി, മണവാളൻ ഒരുക്കിത്തന്ന പരിമള തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരായി, മുദ്രമോതിരവും ആടയാഭരണങ്ങളും ധരിച്ചവരായി, ഒരുക്കത്തോടെ കത്തിച്ചതിരികളുമായി കാത്തിരിക്കുന്നവരായി നമുക്ക് ജാഗരിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാകും. സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പാദപീഠത്തിൽ ഞങ്ങളെ വിളിച്ച് ചാരത്ത് ചേർത്തിരുത്തിയിട്ട് വളരെ മധുരമായി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. പ്രാർത്ഥിക്കേണ്ടത് ഏതുവണ്ണമെന്ന് ഇന്ന് ഞങ്ങളെ വീണ്ടും പഠിപ്പിച്ചല്ലോ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം, ഹൃദയമുയർത്തി പ്രാർത്ഥിക്കണം, പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം, ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും ഇപ്രകാരമുള്ള ഹൃദയ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ലക്ഷ്യം കണ്ടിട്ടുമില്ല. ഇന്നേ ദിവസം ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങി ഇനിയുള്ള കാലം അപ്രകാരം പ്രാർത്ഥിച്ച് തിരുസന്നിധിയിൽ യോഗ്യതയോടെ നിൽപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ ദിവ്യമായ പരിപാലനവും നിരന്തരമായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Day
കുരിശുമതി